ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളുടെ തമ്പനയിലിൽ സൂചിപ്പിച്ച പോലെ മഴക്കാലത്ത് ഞാൻ എങ്ങനെയാണ് ഈ കുടപ്പുളി ഉണക്കിയെടുക്കണമെന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ മഴക്കാലത്ത് എനിക്ക് പുളി ഇങ്ങനെ എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാനും അത് കുറച്ച് പച്ചനെ ഉപയോഗിക്കാൻ പറ്റിയതാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കും, എന്നിട്ട് ബാക്കി കളയും. കാരണം വെച്ചാൽ നമുക്ക് വേറെ രക്ഷയൊന്നുമില്ല, വെയിൽ ഇല്ലാണ്ട് നമുക്കിത് ഉണക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പെങ്ങളാണ് എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ പുളി നമുക്ക് കിട്ടുന്നത് ആദ്യം നന്നായി കഴുകി നമ്മളത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളത് വൃത്തിയാക്കണം. വൃത്തിയാക്കുക എന്ന് വെച്ചാൽ അതൊരു രണ്ടോ മൂന്നോ കഷ്ണാക്കിയാൽ മതി. അത് നമ്മൾ ആക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എനിക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്, ഈ സ്റ്റീലിൻ്റെ കത്തി കൊണ്ട് നമ്മളത് വൃത്തിയാക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കത്തിമേലൊക്കെ കറ പിടിക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് ഫോർക്കാണ്. അത് പഴയതാണ്, അത്രയ്ക്ക് അങ്ങോട്ട് ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ പഴയ ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ കൊണ്ടിട്ട് അത് ക്ലീൻ ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ മാറ്റിയിട്ട് ഒരു കുടംപുളി ഒരു 4 കഷ്ണം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വൃത്തിയാക്കുന്ന ജോലി ഞാൻ കുട്ടികളെ ഏൽപ്പിച്ചു. അപ്പോൾ അവർ ഫ്രണ്ടിൽ വന്നിട്ട് മഴയൊക്കെ ആസ്വദിച്ചിട്ട് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ ആയിരുന്ന സമയത്ത് നമ്മൾക്ക് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്നാണ് വാങ്ങാറുള്ളത്. അവിടെ ഇപ്പം നമുക്കിങ്ങനെ ഒന്നും എനിക്ക് ശീലമില്ല. പക്ഷേ ഇവിടെ നമുക്ക് പുളിയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒരുപാട് കിട്ടാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ചെയ്ത് ശീലിച്ചതാട്ടോ ഇത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഭരണി എടുത്തിട്ട്, ഞാൻ ഭരണിയിലാണ് സാധാരണ ഇങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഭരണിയിൽ നമ്മൾ കല്ലുപ്പാണ് പിന്നെ വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കല്ലുപ്പിടുക, എന്നിട്ട് കുറച്ച് പുളിയായിട്ട് അതിൽ ഇടുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ കുറച്ച് കല്ലുപ്പിട്ട് അങ്ങനെ വയ്ക്കും. നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഉണക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ മഴയുള്ള സമയമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ കല്ലുപ്പ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോ ലെയർ പുളി ഇടുക, പിന്നെ കുറച്ച് കല്ലുപ്പ് അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക. അങ്ങനെ ആ പുളി മുഴുവൻ അങ്ങനെ ഓരോ ലെയർ പുളി പിന്നെ കല്ലുപ്പ്, അങ്ങനെ പൊടിയുപ്പും പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് കല്ലുപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കല്ലുപ്പ് ഉപയോഗിച്ചിട്ടാണ് ശീലം. അപ്പോൾ അങ്ങനെ ഉപ്പ് ഈ പുളി ഇട്ട് വയ്ക്കുക. അപ്പോൾ തികഞ്ഞില്ല എന്ന് വെച്ചിട്ട് നമ്മൾ ഇതാക്കണ്ട. കാരണം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് പതിയെ താന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ഈ ഭരണിയിൽ ആ പുളിയെല്ലാം കൊണ്ടു. അങ്ങനെ അത് നമ്മൾ അടച്ച് മൂടി വയ്ക്കണം. ഞാൻ പല പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഇങ്ങനൊരു 3-4 ദിവസമൊക്കെ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പുളി ഇതുപോലെ ഇരിക്കും. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തു വെച്ചത് മറന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. അതിൻ്റെ ഉപ്പ് നമ്മൾ ഇടണ പോലെ ഇരിക്കും. പിന്നെ ഞാൻ ആ സമയത്ത് എടുത്തപ്പോഴത്തേക്കും മുകളിൽ 1-2 പുളി ഒന്ന് പതിയെ ഒരു പൂപ്പൽ വന്ന പോലെ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഉപ്പ് ശരിയായിട്ട് ഇടാഞ്ഞതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി. ബാക്കി എനിക്ക് താഴത്തേക്കൊന്നും തോന്നിയില്ല. കുറച്ച് ഇരിക്കുമ്പോൾ അതിൽ വെള്ളം ഇങ്ങനെ ഊറിക്കൊണ്ടിരിക്കും. ആ വെള്ളം കളഞ്ഞിട്ട് നമ്മൾ വെയിൽ വരുമ്പോഴത്തേക്കും ഈ പുളി എടുത്തിട്ട് നമ്മൾ ഇടയ്ക്ക് വെയിൽ വരുന്ന സമയത്ത് ഇട്ട് ഒന്ന് ഉണക്കിയെടുക്കുക. ഉണക്കുമ്പോഴത്തേക്കും ഇത് ശരിക്കും ചുരുങ്ങിപ്പോവും. അപ്പോൾ 1-2 ദിവസത്തെ ഞാനൊരു ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിലിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ കുറച്ച് സമയം വെയിൽ കിട്ടിയാൽ അതൊന്ന് കൊണ്ട് ഉണക്കും. ഈ ഉണക്കി കഴിഞ്ഞാൽ ഇത് ചുങ്ങണ കാരണം നമുക്ക് അതൊരു കവറിലിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് വെയിൽ വന്നതനുസരിച്ചിട്ട് ഉണക്കിയെടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ കുറച്ച് 2 പ്രാവശ്യത്തെ വെയിൽ കൊള്ളിച്ചിട്ട് ഉണക്കിയെടുത്ത പുളിയുടെ അവസ്ഥയാണ് കേട്ടോ ഇത്. ഈ ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് അതെടുത്തിട്ട്
ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. അപ്പോൾ ഒരു കവറിലോ ഒരു പ്ലാസ്റ്റിക് കവറിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതങ്ങനെ കേടാവാണ്ടിരിക്കും. പിന്നെ വെയിൽ കാണുമ്പോൾ നമ്മൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണക്കി കൊണ്ടുവന്നാൽ മതി. ഇതൊക്കെ ചിലപ്പോൾ പലർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ. എനിക്കതൊരു നല്ല റിസൾട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത്. അറിയാൻ പാടില്ലാത്തവർക്ക് അത് ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ വെച്ച പുളിയാണ് കേട്ടോ. അത് കുറച്ച് ഒരു രാത്രി സമയത്താണ് ഞാനിപ്പോൾ ഇത് നോക്കണത്. അത് താഴ്ന്നു വന്നിട്ടുണ്ട്. ഇത് വെയിലത്ത് 1-2 പ്രാവശ്യം വെച്ച് ആയപ്പോഴത്തുള്ള കണ്ടീഷനാണ്. അതിന് ശേഷം അതേ പുളി തന്നെ കുറച്ച് 2-3-4 ദിവസത്തെ ഇടക്കിടക്കുള്ള വെയിൽ കൊള്ളിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ കിട്ടി. ഈ ഒരു അവസ്ഥയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ പൂപ്പലൊന്നും വരില്ല. ഇത് ഞാൻ ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അടപ്പിൽ ചോറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മറ്റേ മെറ്റൽ പാട്ടില്ലേ, സ്റ്റീൽ, ആ മെറ്റൽ പാർട്ടിൽ ഇടരുത്. അല്ലാണ്ട് ആ സൈഡിലായിട്ട് നല്ല ചൂട് ചുറ്റിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ സൈഡിൽ ടയലിൽ അവിടെ വൃത്തിയാക്കിയ ശേഷം ഞാൻ ആ ഭാഗത്ത് ഇട്ട് വയ്ക്കും. അപ്പോൾ അവിടുത്തെ ആ ചൂടിന് കുറച്ച് ചൂട് കൊണ്ടിട്ട് അത് കുറച്ചും കൂടി ഒന്ന് ഉണങ്ങി കിട്ടും. നമ്മളൊരു കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ സക്സസ് ആയാലും നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാമല്ലോ. ഞാൻ മെറ്റൽ പാട്ടിൽ ഞാനിട്ടപ്പോൾ എനിക്ക് കിട്ടിയ പണിയാണ് കേട്ടോ ഇത്. മെറ്റൽ മേലൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ സ്റ്റീൽ ഇതില്ലേ അതുമേലൊക്കെ ഇങ്ങനെ ഒരു തരം കറ പിടിച്ചു. പിന്നെ കുറേ തുടച്ചിട്ടും ഒന്നും പോകണില്ല ശരിക്കത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പുളി എടുത്തിട്ട് വെയിൽ വരണ അനുസരിച്ചിട്ട് ഇതുപോലെ ഉണക്കി വയ്ക്കും. എനിക്ക് ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ഉപ്പിടണ അനുസരിച്ചിരിക്കും. ഉപ്പ് നമ്മൾ നന്നായി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. നന്നായി ഉപ്പിട്ടില്ലെങ്കിലാണ് പല പുഴുവൊക്കെ വരാനുള്ള സാധ്യത കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. താങ്ക് യു.